1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, DSS കോൺഗ്രിഗേഷൻ ദീന സേവന സഭ കോൺഗ്രിഗേഷനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലും കാരുണ്യവും ആ സഭയിലും ആ സഭാ സ്ഥാപകനിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മദർ പേട്രായുടെ വിളി അങ്ങനെയായിരുന്നു. ജർമ്മനി ദേശത്ത് നിന്ന് ഒരു വ്യക്തിയെ ദൈവം കേരളത്തിൽ കൊണ്ടുവരികയും അതുവഴി ഒരു വലിയ ഒരു സഭ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തിരുമനസ്സായതും അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിൻ്റെ വലിയൊരു കരം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് മദർ പെട്രായുടെ വിളിയെ ഞാൻ മദർ തെരേസയുടെ വിളിയെ പോലെയാണ് ഞാൻ യോജിച്ച് കാണുകയാണ്. മദർ തെരേസ വേറൊരു കോൺഗ്രിഗേഷനിൽ നിന്ന് കൽക്കട്ടയിൽ പഠിപ്പിക്കാൻ വന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെല്ലാം മദർ തെരേസയെ ആ വിളിയുടെ അകത്ത് വേറൊരു വിളി ഉള്ളതുപോലെ, വേറൊരു വിളിക്ക് വേണ്ടിയിട്ട് തന്നെ അർപ്പണം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ മദർ പെട്ര ഉർസലായൻ കോൺഗ്രിഗേഷനിൽ നിന്ന് നമ്മുടെ കേരളത്ത് കാരിത്താസിലെ സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വരുന്നതും അവിടെ നിന്ന് മൂന്നാറിന് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെല്ലാം മദറിൻ്റെ ആ ഹൃദയത്തെ സ്പർശിക്കുകയും ഒത്തിരി ചോദ്യങ്ങൾ തൻ്റെ മനസ്സിൽ കടന്നു വരികയും അതിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട് കുരിശുമലയ്ക്ക് പോവുകയും
ധ്യാനത്തിലൂടെയും മറ്റ് വൈദികരുടെ സഹായത്തിലൂടെയും തൻ്റെ യഥാർത്ഥമായ വിളിയെ കണ്ടറിയുകയും അങ്ങനെ താൻ അയക്കപ്പെട്ടതും അല്ലെങ്കിൽ വിളിക്കപ്പെട്ടതും പാവപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, ആരുമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉള്ള ഒരു അവബോധം ഈ മദറിൻ്റെ മനസ്സിൽ വരികയും അങ്ങനെ തന്നെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ രൂപീകരിച്ച ഒരു സഭയാണ് DSS സഭ. ഈ ഭവനത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഭവനം ഒരു റീഹാബിലൈസേഷൻ സെൻ്ററാണ്. ഇവിടെ വരുന്ന നമ്മുടെ അന്തേവാസികളെന്ന് പറയുന്നത് ഇൽ പേഷ്യൻസാണ്. അപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ധാരാളം മക്കൾ ഇവിടെ വരികയും അവർ പ്രോപ്പറായിട്ട് മെഡിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹമുള്ള സിസ്റ്റേഴ്സിൻ്റെ സംരക്ഷണവും അവരുടെ സ്നേഹവും അവരെ ഏറ്റുവാങ്ങി അവരുടെ ആ രോഗാവസ്ഥയിൽ നിന്നും മാറി നല്ല രീതിയിൽ അവർ സുഖം പ്രാപിച്ച് തിരിച്ചു പോകുന്നതാണ് നിരന്തരം നമ്മളിവിടെ കാണുന്നത്. ഇവിടെ രാവിലെ അവർ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം വരെ നമ്മുടെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് അവരോടൊപ്പമായിരിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ അവർ യോഗ ചെയ്യും. അതോട് ചേർത്ത് ഉടനെ തന്നെ പ്രാർത്ഥന, അത് കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് അവർ എക്സസൈസ്, പിന്നെ ചെറിയ ചെറിയ അവരുടെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഉച്ചഭക്ഷണം, അത് കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഗെയിംസ് ഉണ്ട്. അത് ഇൻഡോറും ഔട്ട്ഡോറുമായ പല തരപ്പെട്ട കളികളിലൂടെ അവർ സ്വന്തം സ്റ്റേബിൾ ആകാനായിട്ട് അവർ പഠിക്കുകയാണ്. ഇങ്ങനെ പലതരപ്പെട്ട ആക്ടിവിറ്റികളിലൂടെ അവർ കടന്നു പോകുന്ന സമയത്ത് അവരോടൊപ്പം എപ്പോഴും നമ്മുടെ സിസ്റ്റേഴ്സ് ആയിരുന്നുകൊണ്ട് അവരെ നല്ല രീതിയിൽ മുൻപിലോട്ട് നയിക്കുന്നു. ഞാൻ ദൈവസഹായം നൽവാൽ നിലയം മാനസികമായി രോഗികളായി കഴിയുന്ന മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നു. തക്കല ഡയസിസിലെ ആദ്യത്തെ പിതാവായ അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തൻ്റെ യാത്രയിൽ ആരും പരിചരിക്കാനില്ലാത്ത, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, വസ്ത്രം ഇല്ലാതെ മാനസികമായിട്ടുള്ള സ്ത്രീകളെ കണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് പിതാവ് തീരുമാനിച്ചു. അങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് ദീനസേവന സഭയിലെ സഹോദരിമാരെ സമീപിച്ചു. കർണാടക മൈസൂർ പ്രോവിൻസിൻ്റെ റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ സിസിലിയയെ അതുപോലെ തന്നെ മറ്റു സഹോദരിമാരുകളും കൂടി തീരുമാനിച്ച് അന്നത്തെ മദർ ജനറലായ സിസ്റ്റർ ദാനിയലയുടെ അനുവാദത്തോടുകൂടി 3 സഹോദരിമാർ, സിസ്റ്റർ ആഗത്ത, സിസ്റ്റർ റെജിൻ മേരി, സിസ്റ്റർ ഐറിൻ, ഈ 3 സഹോദരിമാർ ഈ വലിയ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് തക്കല രൂപതയിലേക്ക് കടന്നു വരികയും ചെയ്തു. അവർ മാലേക്കോട് എന്ന സ്ഥലത്ത് വാടക വീട്ടിൽ 3 വർഷം താമസിച്ചുകൊണ്ട് വീടുകൾ തോറും നടന്ന് 89 മാനസിക രോഗികളെ കണ്ടുപിടിച്ച് തിരുവനന്തപുരം പേരൂർക്കട മെഡിക്കൽ കോളേജിൽ മെൻ്റൽ ഹോമിൽ ഇവർക്ക് ശുശ്രൂഷ കൊടുക്കുകയും ഉണ്ടായിരുന്നു. 2006 അഭിമന്യ പിതാവ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 20 പേഷ്യൻ്റ് കൂടി തുടങ്ങുകയും ചെയ്തു.
നമ്മൾ ഇവിടെ ഈ DNN സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് ഇതിനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ DNN സ്ഥാപനം ദേവസഹായം നൽവാഴ്വ് നിലയം കാരോട് എന്ന ഈ സ്ഥാപനം തുടങ്ങാൻ കാരണമായിരുന്നത് നമ്മുടെ പഴയ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയാണ്. അദ്ദേഹം ഇവിടെ തക്കല രൂപതയുടെ ബിഷപ്പായിരുന്ന കാലത്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള ഒരു നല്ല ചിന്തയിൽ അങ്ങേർക്കുണ്ടായ ഒരു തോന്നലിലാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത്. ഈ സ്ഥാപനം തറ വാങ്ങിച്ച് 2003 തറക്കല്ലിടുന്നത്. അദ്ദേഹമാണ് തറക്കല്ലിടുന്നത്. തുടർന്ന് ഇവിടെയുള്ള വികാരിയായി വരുന്ന അച്ഛന്മാരാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഈ തറക്കല്ലിട്ട ശേഷം ബിൽഡിംഗ് പണിതത് സെബാസ്റ്റ്യൻ അമ്പലത്തിങ്കൽ എന്ന് പറയുന്ന അച്ഛനാണ്. അങ്ങനെ 2003 മുതൽ 2006 വരെ ഇവിടെ വികാരിയായിരുന്നു. അദ്ദേഹമാണ് ഈ കെട്ടിടം ഇവിടെ പണിയാനും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാനൊക്കെ കാരണമായിരുന്നത്. ജെയിംസ് തട്ടാമ്പറമ്പിൽ കാലത്താണ് ഈ ബിൽഡിംഗ് പൂർത്തിയായത്. തുടർന്ന് 2006 ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ കലക്ടറായിരുന്നു. ബ്ലസ് ചെയ്തത് നമ്മുടെ ആലഞ്ചേരി പിതാവുമായിരുന്നു. തുടർന്ന് ഇവിടെ ആൾക്കാർ വന്ന് താമസിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത് ചെയ്തത് ഇതിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ നിൽക്കുന്നത് DSS സിസ്റ്റേഴ്സാണ്. ദീന സേവ സഭ എന്ന സിസ്റ്റേഴ്സാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും ഇരുന്ന അച്ഛന്മാർ അതേപോലെ പിതാവ് അവരൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ കോൺടാക്ട് ചെയ്യും. ഈ ബിൽഡിങ്ങിൻ്റെ അപ്രൂവലിനായാലും ശരി എല്ലാ കാര്യത്തിനും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. എപ്പോൾ ചോദിച്ചിരുന്നാലും ഈ സ്ഥാപനത്തിൻ്റെ ഇതിനായിട്ട് നമ്മുടെ എല്ലാ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ DNN ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡിൻ്റെ ആ കോൺക്രീറ്റ് ഇട്ടതും നമ്മുടെ പഞ്ചായത്തിൽ നിന്നുമാണ്. പറഞ്ഞാൽ ഇതൊരു നല്ല സ്ഥാപനം, ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് നമ്മളെങ്ങനെയും അത് ചെയ്യണം എന്നുള്ള ഒരു മനസ്സുകൊണ്ട് എല്ലാവരും അന്നേരത്ത് ഞാനാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നത്. എൻ്റെയും നമ്മുടെ കൂടെ ഇരുന്ന ആ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളിലും എല്ലാവരെയും മനസ്സുകൊണ്ട് ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഇവിടെ ചെയ്യാൻ സാധിച്ചു. ഇന്നും അത് നല്ല രീതിയിലിരിക്കുകയാണ്. അതേപോലെ എല്ലാ കാര്യത്തിനും ഗവൺമെൻറ്റോട് ഇവർ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ബാക്കിലുണ്ടായിരുന്നിട്ട് എല്ലാ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് മഞ്ഞാലോട് പഞ്ചായത്ത്. ഇന്ന് ഈ മഞ്ഞാലോട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് ഇവിടെയുള്ള ആ DNN എന്ന് പറയുന്ന ദേവസഹായം നൽവാൻ നിലയം. നമ്മുടെ സകലം അകലെ പോയി സംസാരിക്കുന്ന നേരത്ത് ആയിരത്തിൽ പറഞ്ഞ് മഞ്ഞാലോടെന്ന് പറയുമ്പോൾ അവർ എടുത്ത് തന്നെ ചോദിക്കും, നിങ്ങളുടെ ആ പഞ്ചായത്തിലല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഗ്രാമത്തിലല്ലേ ആ DNN എന്ന് പറയുന്ന ആ സ്ഥാപനം ഇരിക്കുന്നത്, അത് നല്ലൊരു സ്ഥാപനമല്ലേ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അതിൽ ഭയങ്കരമായൊരു സന്തോഷമുണ്ടായിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മനു മഞ്ജിത്ത്. ഞാൻ കുലശേഖരം ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷക്കാലമായിട്ട് നമ്മൾ ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും ഈ DNN സെൻറ്ററും ഒക്കെ ആയിട്ട് ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ, മാസത്തിൽ 3-ാമത്തെ തിങ്കളാഴ്ച ഒരു ടീം, നമ്മളുടെ ഒരു മെഡിക്കൽ ടീം, സൈക്കാട്രി ടീം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആളുകളെ, അന്തേവാസികളെ കാണാറുണ്ട് റെഗുലറായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് PG സ്റ്റുഡൻസും ഇൻറ്റേൺസും ഒരു സ്റ്റാഫും റെഗുലറായിട്ട് വന്ന് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഹോമിയോപ്പതി കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്. പിന്നെ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സിസ്റ്റേഴ്സ് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. പലപ്പോഴും നമുക്ക് പേഷ്യൻസിൻ്റെ സൈക്കാട്രിക്
കംപ്ലയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോപ്പർ ഹിസ്റ്ററി ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ അവരുടെ ഒരു മാസം നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വേറെ ഒരു വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ സിസ്റ്റേഴ്സ് വളരെ വളരെ കൃത്യമായിട്ട് ഓരോ ആൾക്കാരുടെയും എന്തൊക്കെയാണ് അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോൾ എന്തൊക്കെയാണ് വേഴ്സ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരുടെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ അവരുടെ മൂഡ് ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾക്ക് പറയാറുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടാവാറുള്ളത്. പിന്നെ പൊതുവെ വളരെ വളരെ ആരോഗ്യപരമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് എല്ലാവരും താങ്ക്സ്. ഞാൻ വന്ന അഡ്വക്കേറ്റ് രാജ എറിക് ഗോഡ്വിൻ. ഞാൻ കുളുത്തറ കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ദേവസഹായം നൽവാഴ്വ് നിലയത്തോട് ഞാൻ ഈ റെക്കാർഡിക്കൽ വർക്ക് ഇതിനൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വന്ന് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മെൻ്റലി ഇൽ പേഴ്സൺസിനെ ട്രീറ്റ് ചെയ്തും അവരെ നോർമൽ കണ്ടീഷന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ്ലി ചെയ്തു വരുന്നുണ്ട്. ഇതിനുവേണ്ടി ഗ്രാൻറ്റ് ഇതിനൊക്കെ സംബന്ധിച്ച് നമ്മൾ ഡൽഹി വരെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗ്രാൻഡ് ഒന്നും കിട്ടിയിട്ടില്ല. റേഷൻ ഇതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഇതും ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനമാണ് കന്യാ ഡിസ്ട്രിക്റ്റിലുള്ള ഒരേ സ്ഥാപനം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മെൻ്റലി കെയർ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളൊരു ട്രസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാറം വാർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കീഴിൽ കുറേ ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ DNL ഞങ്ങൾ വന്ന് എല്ലാ മാസവും 3ാമത്തെ ബുധനാഴ്ച ഇവിടെയുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റും അന്നത്തെ ദിവസമുള്ള ഭക്ഷണവും ഞങ്ങളാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുമായിട്ട് ഞങ്ങളൊരു അഗ്രിമെൻറ്റിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സാണ് വരുന്നത്. ആ മാസത്തിന് മുഴുവനുമുള്ള മെഡിസിനും അവർ സപ്ലൈ ചെയ്യും. അങ്ങനെ എല്ലാ പേഷ്യൻസിനെയും നോക്കി പോവും. പിന്നെ ഈ DNNുമായിട്ട് ഞങ്ങൾ 9 വർഷമായിട്ട് ഈ DNNോട് ഞങ്ങൾക്ക് കണക്ഷനുണ്ട്. ഇവിടുത്തെ പ്രവർത്തനമൊക്കെ ഇത് തക്കല ഡയോസിസിൻ്റെ കീഴെ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ കുറേ പേരിങ്ങനെ പേഷ്യൻസ് വന്നിട്ട് ഇത് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന പേഷ്യൻ്റ് ഇവിടെ വന്ന് ക്യൂറായിട്ട് അടുത്ത് നല്ലതായിട്ട് തന്നെ അവർ ഫാമിലിയിലേക്ക് പോയി ഫാമിലിയൊക്കെ നല്ല റൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സേവനം എന്ന് പറയുന്നതും ഈ സിസ്റ്റേഴ്സ് ദീനാത്ത് ദേവനാ സഭയെ ചേർന്ന സിസ്റ്റേഴ്സാണിത്, അവരാണ് സർവീസ് ചെയ്യുന്നത്. ഈ സിസ്റ്റേഴ്സ് നല്ലതുപോലെ തന്നെ ഇവരെ പേഷ്യൻസിനെ നോക്കുകയും പിന്നെ ഈ പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവർ ഞങ്ങളിങ്ങനെ സർവീസ് ചെയ്യുന്നവരെയൊക്കെ വർഷത്തിലൊരിക്കൽ പിതാവ് വന്നിട്ട് വിളിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുകയും പിന്നെ ഇത് തുടർന്ന് ഇത് കൊണ്ടുപോകാൻ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. வாழ்வு பெற என்னிடத்தில் வா என்று அழைக்கிறேன், தாழ்வுதனை நீக்கி உன்னை தாங்கிக் கொள்ள நினைக்கிறேன். இருளான இவ்வுலகில் உனக்காக நான் பிறந்து, இருளான இவ்வுலகில் உனக்காக நான் பிறந்து, இருள் நீக்கும் மொழியாக இன்றும் நான் வாழ்கின்றேன். வாழ்வு பெற என்னிடத்தில் வா என்று அழைக்கிறேன், താഴ്വുതനെ നീക്കി ഉന്നെ താങ്ങിക്കൊള്ളാൻ നിனைக்கிறேன். ഞാൻ MD സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 1 year ആയിട്ട് വരാൻ തുടങ്ങി. അതിന് മുന്നേ നമ്മുടെ ഹോസ്പിറ്റലിൽ 8 years ആയിട്ട് ഇവിടെ മന്ത്ലി 3rd Monday വീക്ക്ലി 3rd Monday ആണ് വരുന്നത്. അന്ന് തൊട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് കാണാറുള്ളത്. നമുക്ക് ആ പേഷ്യൻ്റ് വന്ന് ഇരിക്കും വരെ അവരുടെ ആ ഒരു വാക്കിംഗ്, ആ ഗേറ്റ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആ പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. കൂടാതെ ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പേഷ്യൻറ്റിനെ ദേ ആർ ലുക്കിംഗ് ലൈക്ക് എ ഫാമിലി. അവരൊരു ഫാമിലി ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. ഹൈജീൻ ആയാലും ക്ലെൻലിനെസ് ആയാലും എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ കുറേ പേഷ്യൻസ് ഭയങ്കര മ്യൂട്ടിസ് ആയിട്ട് സ്പീച്ച് ഒട്ടും ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന നമുക്ക് ഡിഫറൻസ് ആ ഒരു അവരുടെ സംസാരത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ചേഞ്ചസ് ആണ് നമുക്ക് ഇവരുടെ ഒരു ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്.
പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ 1 year ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് എനിക്ക് കുറേ പഠിക്കാൻ പറ്റി ഇവിടുന്ന്. പല പല ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരെയും ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാതെ അവരുടെ ഒരു കോൺവെർസേഷൻ ആയാലും സിസ്റ്റേഴ്സിൻ്റെ ആയാലും നല്ല രീതിയിലാണ് സംസാരിച്ചു പോകുന്നത്. നല്ല ഫ്രണ്ട്ലി ആണ്. ഞാൻ 1971 November 11 പട്ടവും ദീനസേവന സഭയിൽ വന്നു. പട്ടവും വില്ലേജ് അതിപ്പിച്ച ഒരു വില്ലേജായിരുന്നു. ഒരു കൃഷി ചെയ്യാൻ അറിയാത്ത ജനങ്ങളും പട്ടിണി പാവങ്ങളുമായിരുന്നു. അതുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മദർ പേത്ര പല വർക്ക്ഷോപ്പുകളും തുടങ്ങി. അതിലൊന്നായിരുന്നു തുണിനെയ്ത്ത്, കാർവിങ്, മാറ്റ് വീവിങ്, ബാത്തിക്ക്, ഇങ്ങനെ 4 വർക്ക്ഷോപ്പുകളുണ്ടായിരുന്നു. ജോലിക്കാരാണെങ്കിലും എല്ലാവർക്കും പണിയില്ലാത്ത എല്ലാവർക്കും ജോലി കൊടുക്കണമെന്നുള്ളതായിരുന്നു മദറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് 6 പണിക്ക് വന്നാലും ആരെയും തിരിച്ചു വിടാണ്ട് ചെയ്ത പണികൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താണെങ്കിലും ജോലി ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ജോലി കൊടുക്കും. 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി. പുതിയ ബ്രാഞ്ചുകളിലേക്ക് 3 സിസ്റ്റേഴ്സിനെ വീതം വിടാൻ തുടങ്ങി. അവർ 3 സിസ്റ്റേഴ്സ് വീതം പോയി ആ വില്ലേജുകളിലെല്ലാം വിസിറ്റ് ചെയ്ത് അവിടെയും കൃഷിയും പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനെ ഓരോ ചെറുകിട വ്യവസായങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൂടി ചെയ്യിച്ച് അവർക്ക് സാധനങ്ങൾ കൊടുത്ത് അവരെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുമായിരുന്നു. കഷ്ടപ്പെടുന്നവർ ഏറെ ആൾക്കാർ ഇവിടെ വന്ന് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി നല്ല സുഖമായിട്ട് അവരെ വീട്ടിൽ പോകുന്നവർ നിറയെ ഉണ്ട്. രോഗികളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മാക്സിമം ഉള്ള ആൾക്കാർ നല്ല പഠിച്ചിട്ടുള്ളവരാണ്. കോളേജ് പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, നല്ല എഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എന്തിനാണ് ആ മാനസിക അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി ആ സിസ്റ്റേഴ്സ് അവരോട് അടുക്കുന്ന ആ പ്രവർത്തനം അവരോട് സംസാരിച്ച് അതിനെ ക്ലിയറാക്കിയാണ്, ട്രീറ്റ്മെൻറ്റോടെ ചേർത്ത് ക്ലിയർ ചെയ്യുകയാണ്. അതിനും ചില നമ്മുടെ ഗവൺമെൻറ് ഡോക്ടേഴ്സും ഇവിടെ വരാറുണ്ട്, വന്ന് അവർക്കുള്ള ഗുണം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ നല്ല ഒരു സ്ഥാപനമായിട്ട് ഇത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല അകലെയുള്ള എല്ലാ ജനങ്ങൾക്കും, മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് നല്ല ഒരു സ്ഥാപനമായിട്ടിരിക്കുകയാണ്. എൻ്റെ വിളിക്കുള്ളിലെ വിളി ഞാൻ മനസ്സിലാക്കിയെടുത്തത് ദീനസേവന സഭയിൽ ചേർന്നപ്പോഴാണ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ നഴ്സറി വിദ്യാഭ്യാസം ഞാൻ തുടങ്ങിയതും DSS സഭയിലെ ഒരു നഴ്സറി സ്കൂളിലായിരുന്നു. അവിടെ ഉള്ള ഓരോ സഹോദരിമാരുടെയും ആ ശുശ്രൂഷ മനോഭാവവും അവർ ചെയ്യുന്ന സേവനങ്ങളും കണ്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവവിളി ദീനസേവന സഭയിലേക്ക് ഉള്ളതാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ദീനസേവന സഭയിലേക്ക് ദൈവവിളിക്കായി കടന്നു ചെന്നു. ആ ദൈവവിളി ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന നിലയിൽ ദൈവം എന്നെ ഉയർത്തുവാൻ സാധിച്ചത് തമ്പുരാൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രത്യേകമായും ദീനസേവന സഭയിൽ നമ്മൾ കാണുന്നത് പാവപ്പെട്ട മക്കളിലെ ഉള്ള ആ സേവന മനോഭാവം. നമ്മുടെ അമ്മയായ മദർ പേത്ര അത് കാണിച്ചു തന്നത് പാവങ്ങളോട്, ദരിദ്രരും രോഗികളും ആലംബരുമായ ഓരോ സഹോദരങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരിലൂടെ യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷയാണ്. എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു നേഴ്സായി ദീനസേവന സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലയിടങ്ങളിലും ഞാൻ പ്രത്യേകമായും HIV പോസിറ്റീവ് ആയിട്ടുള്ള മക്കളുടെ ഇടയിൽ സേവനം ചെയ്യുമ്പോൾ അവർ ഇന്നത്തെ ലോകത്തിൽ നിന്ന് തള്ളപ്പെട്ട് ആരും അവരെ സ്നേഹിക്കാനില്ലാത്ത ആ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിൽ ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് 5 വർഷക്കാലം ആ മക്കളുടെ സേവനം ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ സന്യാസ സമർപ്പണത്തിൽ ആയിരുന്നുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ പുറകിൽ വലിയ ഒരു ആത്മീക ചൈതന്യമുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ദൈവം തൻ്റെ മക്കളെ എങ്ങനെ ശ്രവിക്കുന്നു, സംരക്ഷിക്കുന്നു, അവരെ വളർത്തുന്നു എന്നതിൻ്റെ വലിയ ഒരു അടയാളമാണ് തനിക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കുകയും അവർ വഴി നേതൃത്വം കൊടുത്ത് ഈ ലോകത്തെ മനോഹരമാക്കുന്ന ഒരു സംരംഭം നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണ് മദർ പേട്രായുടെ വിളിയും. ആ അമ്മ വഴി ഇന്ന് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന DSS അല്ലെങ്കിൽ ദീന സേവന സഭ, ആ മദറിൻ്റെ, ആ സഭാ സ്ഥാപകൻ്റെ ആ മനസ്സും ആ ആത്മീകവും ആ ചൈതന്യവും ഒട്ടേറെ സ്നേഹത്തോടും വിശുദ്ധിയോടും ആത്മാർത്ഥതയോടും ജീവിക്കുന്ന സിസ്റ്റേഴ്സാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ ആ ദീന സേവാ സഭയുടെ ആത്മീകവും ആ കാരിസവും ആ ചൈതന്യവും തക്കല രൂപതയിൽ ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും പറ്റുന്നതിൽ ഒട്ടേറെ സന്തോഷം എനിക്കും തക്കല രൂപതയ്ക്കും ഉണ്ട്.